Dear students, welcome to another session. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെസ്റ്റഡ് ലൂപ്സിനെ പറ്റിയാണ്. ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്കത് എക്സാമ്പിൾസിലൂടെ നോക്കാം. സോ അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഗ്രാം നോക്കുക. ഒരു ഫോർ ലൂപ്പിനകത്ത് ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോർ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യും? ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ റേഞ്ച് ഫംഗ്ഷൻ 1,5. അതായത് 1,5 - 1 1 to 4, അതായത് 4 ടൈംസ് ആ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. ഓരോ തവണയും ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രിൻ്റ് ചെയ്യുക? പ്രിൻ്റ് ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഫ്രം 1 to 4. അപ്പോൾ 1 2 3 4 ഇത് പ്രിൻ്റ് ചെയ്യും. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്? 1. ദെൻ സെയിം ലൈനിലല്ല 2 പ്രിൻ്റ് ചെയ്യുന്നത്. 1 പ്രിൻ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനായിട്ട് 2 പ്രിൻ്റ് ചെയ്യുന്നു. ആഫ്റ്റർ പ്രിൻറ്റിങ് 2, ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ. ദെൻ ഇറ്റ് വിൽ പ്രിൻറ്റ് 3. ആഫ്റ്റർ പ്രിൻറ്റിങ് 3, ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ ആൻഡ് പ്രിൻറ്റ് 4. ആഫ്റ്റർ പ്രിൻറ്റിങ് 4, ഇറ്റ് വിൽ ബി മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അവിടെ വെച്ച് ഫോർ ലൂപ്പ് എക്സിറ്റ് ആവുകയാണ്. അതിൻ്റെ മീനിങ് ഇതാണ്. ഓരോ തവണയും പ്രിൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ പ്രിൻറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഡയറക്റ്റ് നമ്പറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ പ്രിൻറ്റ് ചെയ്യും. ഫൈനലി ബൈ ഡിഫോൾട്ട് ഒരു ന്യൂ ലൈൻ കൂടി ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത്. എനിക്ക് ഇങ്ങനെ വേണം. ഒരു ലൈനിൽ തന്നെ 1 2 3 4 എന്ന് പ്രിൻറ്റ് ചെയ്യണം. എങ്ങനെ കൊടുക്കാം? അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ആഫ്റ്റർ ഐ കോമ എൻഡ് വിത്ത് ജസ്റ്റ് ഒരു ഡബിൾ കോട്ട്സ് കൊടുക്കുകയാണ്. ദെൻ പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 1 2 3 4 എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എൻ കീവേഡ് അവിടെ യൂസ് ചെയ്തു. അതായത് ഓരോ വേരിയബിളും പ്രിൻ്റ് ചെയ്തതിന് ശേഷം എൻ വിത്ത് എൻഡ് ചെയ്യുമ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എൻഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യണം. 1 സ്പേസ് 2 സ്പേസ് 3 സ്പേസ് 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എൻഡ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്പേസ് ഇടുക. ദെൻ പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 1 ദെൻ സ്പേസ് 2 സ്പേസ് 3 സ്പേസ് 4 സ്പേസ്. ഇനി സ്പേസിന് പകരം ഞാൻ അവിടെ സ്റ്റാർ കൊടുക്കുകയാണ്. എങ്ങനെയായിരിക്കും പ്രിൻ്റ് ചെയ്യുക? കണ്ടോ, 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ. ഓക്കെ, അപ്പം നിങ്ങളിവിടെ എൻഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എൻഡ് കീവേഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പകരം ഞാൻ അനദർ ലൂപ്പ് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ കൊടുക്കാം. ഫോർ വേരിയബിൾ ജെ ഇൻ റേഞ്ച് 5. ഓക്കെ, അതായത് ഒരു ഫോർ ലൂപ്പിനകത്ത് മറ്റൊരു ഫോർ ലൂപ്പ് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പിന് ഞാൻ ഔട്ടർ ലൂപ്പ് എന്ന് കൊടുക്കാം. ഞാൻ അവിടെ കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്യാനാണ് ഹാഷ് സിമ്പിൾ. ഞാൻ അവിടെ നോട്ട് ചെയ്തു, ഒന്ന് കമൻറ്റ് ചെയ്തു. എനിക്ക് അറിയാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്യുകയാണ് ഔട്ടർ ലൂപ്പ്. ഇങ്ങനെ നമുക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻസ്ട്രക്ഷൻ എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ എഴുതുന്ന പ്രോഗ്രാം മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹാഷിന് ശേഷം അത് കൺസിഡർ ചെയ്യില്ല. ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് എ കമൻറ്റ്. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം മറ്റൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കമൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, അത് മാൻഡേറ്ററി അല്ല. ജസ്റ്റ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ്സ് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലൂപ്പിന് ഔട്ടർ ലൂപ്പ് എന്ന് കൊടുത്തു. മെയിൻ ലൂപ്പിനകത്ത് വരുന്ന ലൂപ്പിന് ഞാൻ ഇന്നർ ലൂപ്പ് എന്ന് കൊടുക്കുകയാണ്. സോ ദിസ് ഇസ് ഇന്നർ ലൂപ്പ്. ദെൻ ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? ഔട്ടർ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യും? ഇന്നർ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യും? ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ലൂപ്പാണ്. ദാറ്റ് ഈസ് അവർ ഔട്ടർ ലൂപ്പ്.
മെയിൻ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യും? 4 ടൈംസ്, അതായത് ഫ്രം 1 to 4. ഐ എന്ന് പറയുന്നത് ഫ്രം 1 to 4. വാലിഡ് ആയിട്ടുള്ള ഓരോ ഐ വാല്യൂവിനും ഇന്നർ ലൂപ്പ് വിൽ ബി സെലക്റ്റഡ്. ലൂപ്പിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് മൾട്ടിപ്പിൾ ടൈംസ്. ദെൻ ഇന്നർ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യും? ഇന്നർ ലൂപ്പ് അവിടെ പറയുന്നത് 4j ഇൻ റേഞ്ച് 5. റേഞ്ച് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിംഗ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 0 to 4. അപ്പോൾ 0 to 4 അതും 5 ടൈംസ് വർക്ക് ചെയ്യും. ദെൻ ഇന്നർ ലൂപ്പിനകത്ത് ഞാൻ ഇങ്ങനെ കൊടുത്തു പ്രിൻറ്റ് j. അതിൻ്റെ മീനിങ് എന്താണ്? ഇന്നർ ലൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പിനകത്തൊരു പ്രിൻറ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ പ്രിൻറ്റ് ചെയ്യുന്നത്? ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. 0 to 4 വരെ പ്രിൻറ്റ് ചെയ്യും. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യാണ്. ഐയുടെ വാല്യൂ 2 വരുമ്പോൾ എഗെയിൻ ഇറ്റ് വിൽ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ജെ. ദെൻ പ്രിൻറ്റ് ജെ ഞാൻ ഒരു കാര്യം കൂടി കൊടുക്കുകയാണ്. എൻഡ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് സ്പേസ് കൊടുക്കുകയാണ്. അതായത് ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ദെൻ സ്പേസ് കൂടി പ്രിൻറ്റ് ചെയ്യുന്നു. ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യുന്നില്ല, ഒരു പുതിയ ലൈൻ ജനറേറ്റ് ചെയ്യുന്നില്ല, പകരം സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? 0 1 2 3 4 ഐയുടെ വാല്യൂ 1 വന്നപ്പോൾ ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജെയുടെ വാല്യൂ മൾട്ടിപ്പിൾ ടൈംസ് പ്രിൻറ്റ് ചെയ്യും. ജെ എന്ന് പറയുന്നത് ഫ്രം 0 to 4. ദെൻ I2 വരുമ്പോൾ എഗെയിൻ ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും ഫ്രം 0 to 4. ദെൻ ഐയുടെ വാല്യൂ 3 വരുമ്പോൾ എഗെയിൻ ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും ഫ്രം 0 to 4. ഐയുടെ വാല്യൂ 4 വരുമ്പോൾ എഗെയിൻ ഇറ്റ് വിൽ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ജെ ഫ്രം 0 to 4. ഓക്കെ. ദെൻ ഈ ഒരു പ്രോഗ്രാം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇന്നർ ലൂപ്പിന് പുറത്തായിട്ട് ഞാനൊരു പ്രിൻറ്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് പ്രിൻറ്റ്. ശ്രദ്ധിക്കുക, ഇന്നർ ലൂപ്പിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. പ്രിൻറ്റ് ജെ ദെൻ എൻഡ് വിത്ത് സ്പേസ്. ദെൻ ആ ഒരു ഇന്നർ ലൂപ്പിന് പുറത്തായിട്ട് ഒരു പ്രിൻറ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് പ്രിൻറ്റ് മെത്തേഡ് ഈസ് എ പാർട്ട് ഓഫ് മെയിൻ ലൂപ്പ്. അതായത് ഔട്ടർ ലൂപ്പിൻ്റെ പാർട്ടാണ് ഈ ഒരു പ്രിൻറ്റ് മെത്തേഡ്. ഇതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഓരോ തവണയും ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇന്നർ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ദെൻ ഇന്നർ ലൂപ്പ് എക്സിറ്റ് ആവുമ്പോൾ ഞാനൊരു പ്രിൻറ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതായത് ഒരു ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യും. അതിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ്. ഐയുടെ വാല്യൂ 1 വരും. ഇന്നർ ലൂപ്പ് 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും ഫ്രം 0 to 4. 0 to 4 പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യും. ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഐയുടെ വാല്യൂ 2 ആവും. ഇപ്പോഴും ഔട്ടർ ലൂപ്പ് വർക്ക് ചെയ്യും. ഐയുടെ വാല്യൂ 2 വരുമ്പോൾ എഗെയിൻ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യും. 0 to 4 പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യും ആൻഡ് സോ ഓൺ. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഐയുടെ വാല്യൂ 1 വന്നപ്പോൾ 0 to 4 ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് 0 to 4 പ്രിൻറ്റ് ചെയ്തത്. 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്തു. ഇന്നർ ലൂപ്പ് എക്സിറ്റ് ആകുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിൻറ്റ്. അതായത് ന്യൂ ലൈനിലോട്ട് മൂവ് ചെയ്യും. ദെൻ എഗെയിൻ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യും. ബിക്കോസ് ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. ഐ എന്ന് പറയുന്നത് 1 to 4 വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഓരോ തവണയും ഔട്ടർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇന്നർ ലൂപ്പും എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഞാനിതൊന്ന് മോഡിഫൈ ചെയ്യാണ്. ഇവിടെ ജെയ്ക്ക് പകരം ഞാൻ സ്റ്റാർ കൊടുക്കുകയാണ്. വിത്തിൻ ഡബിൾ കോട്ട്സ് ആസ്ട്രിക്. ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. ഞാനവിടെ നമ്പറിന് പകരം ജെയ്ക്ക് പകരം സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതേപോലുള്ള സ്ട്രക്ചർ പ്രിൻറ്റ് ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാം. സോ വീണ്ടും ഞാൻ ഈ ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യുകയാണ്. ഇന്നർ ലൂപ്പിന് അവിടെ ഫോർ ജെ ഇൻ റേഞ്ച് 5ന് പകരം ഞാൻ ഐ കൊടുക്കുകയാണ്.
അവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്പർ ഓഫ് ഹൈട്രേഷൻസ് ഓഫ് ഇന്നർ ലൂപ്പ് ഇറ്റ് ഈസ് ഡിസൈഡ് ബൈ ദ വാല്യൂ ഓഫ് ഐ. ഐയുടെ വാല്യൂ 1 വരുമ്പോൾ ഇന്നർ ലൂപ്പ് 1 ടൈം എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 2 വരുമ്പോൾ ഇന്നർ ലൂപ്പ് 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 3 വരുമ്പോഴോ 3 ടൈംസ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും ആൻഡ് സോ ഓൺ. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് ദ നമ്പർ ഓഫ് ഹൈട്രേഷൻസ് ഓഫ് ഇന്നർ ലൂപ്പ് ഓൾസോ ഇൻക്രീസസ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് വരിക? നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇന്നർ ലൂപ്പ് സെലക്ട് ചെയ്യുന്നതും ഇൻക്രീസിങ് ഓർഡറിൽ പോകും. കണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിരമിഡ് ഷേപ്പ് നമുക്ക് കിട്ടുക. ഞാനിവിടെ സ്റ്റാറിന് പകരം 1 കൊടുക്കുകയാണ്. എങ്ങനെയായിരിക്കും പ്രിൻ്റ് ചെയ്യുക? കണ്ടോ? സ്റ്റാറിന് പകരം 1 വന്നു. ഇങ്ങനെ ഒരു പിരമിഡ് സ്ട്രക്ചർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ദെൻ ഞാനവിടെ 1ന് പകരം ഐ ആം ഗോയിങ് ടു പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ജെ. ഇവിടെ എങ്ങനെയായിരിക്കും പ്രിൻ്റ് ചെയ്യുക? കണ്ടോ? ഫസ്റ്റ് ലൈനിൽ 0 പ്രിൻ്റ് ചെയ്തു. അവിടെ ജെയുടെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അവിടെ ഇന്നർ ലൂപ്പ് സെലക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ഐ. ഐ എന്ന് പറയുന്ന ഓരോ തവണയും ഓരോ ഐട്രേഷനിലും ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇന്നർ ലൂപ്പ് സെലക്ട് ചെയ്യുന്നതിലും ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിരമിഡ് സ്ട്രക്ചർ കിട്ടുക. സോ പിരമിഡിൻ്റെ സൈസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ സൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. n ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഫങ്ഷൻ എൻ്റർ സൈസ്. ദെൻ ഔട്ടർ ലൂപ്പിനകത്ത് റേഞ്ച് 1, n എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ സൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു സൈസിനനുസരിച്ച് ആ ഒരു ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഔട്ടർ ലൂപ്പ് അല്ലെങ്കിൽ മെയിൻ ലൂപ്പിനനുസരിച്ച് ഇന്നർ ലൂപ്പും സെലക്ട് ചെയ്യും. മെയിൻ ലൂപ്പിൻ്റെ ഓരോ ഐട്രേഷനിലും ദ ഇന്നർ ലൂപ്പ് വിൽ ബി സെലക്റ്റഡ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ സൈസ് 8 എന്ന് കൊടുത്തു. അതിനനുസരിച്ച് പിരമിഡ് വർക്ക് ചെയ്യും. ഇവിടെ n+1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സൈസ് എന്താണോ ആ സൈസിനനുസരിച്ച് നമ്പർ ഓഫ് റോസ് ഉണ്ടാകും. വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. സൈസ് 5 എന്ന് കൊടുക്കുകയാണ്. 5 റോസ് ഉള്ള ഒരു പിരമിഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ജെയ്ക്ക് പകരം നിങ്ങൾക്ക് ഇവിടെ ഡോളർ സിമ്പൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർ സിമ്പൽ കൊടുക്കാം. അതിനനുസരിച്ചായിരിക്കും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അവിടെ സ്റ്റാറിന് പകരം 2i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 into i എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യുക? എൻ്റെ സൈസ് ആസ് 5. കണ്ടോ? ഈവൻ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു പിരമിഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സോ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് തിയറി എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ലാബ് എക്സാമിന് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.